ചുവന്നകോട്ടയായ ആലപ്പുഴയിൽ കനത്ത വിള്ളൽ വീഴ്ത്തുന്നതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. 9 സീറ്റുകളിൽ 7 UDF വിജയിച്ചപ്പോൾ ഇടതിന്റെ ഉരുക്കുകോട്ടകളെന്ന് കരുതിയ ചെങ്ങന്നൂരും മാവേലിക്കരയും ചേർത്തലയും വിജയപഥത്തിലേക്ക് ഇഴഞ്ഞു മാത്രമാണ് കയറിയത്. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ജി സുധാകരന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കുട്ടികളാണെന്ന് കരുതി ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും ചെറിയൊരു ഭാഗം ആളുകളെ മാത്രം ചുറ്റും നിർത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറേ പേരുടെ വകയാണ് ഭരണവും കുറേ പേരുടെ വകയാണ് CPM എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൽ വിശാല ബോധമാണ് ജനപിന്തുണയുടെ അടിസ്ഥാനം. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന പഴയ ആപ്തവാക്യം സ്വാർത്ഥമതികളെ ഉദ്ദേശിച്ച് പൗരാണികന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരോടും എൻ്റെ മകനോടും എൻ്റെ ഭാര്യയോടും മാത്രം സംസാരിച്ച ശേഷം, ഇവിടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ശേഷം ജനകീയ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. ഒരു പാർട്ടിയായിട്ട് ഞാൻ ആലോചിച്ചില്ല. 6 മാസം മുമ്പേ തന്നെ ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വല്ലാത്തൊരു ഗവേഷണം നടത്തി പിന്നീട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഗവേഷണങ്ങളും എവിടെ എത്തിയെന്നപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എന്നെ പറ്റി ഇത് പറയുകയാണ്. അല്ല, എത്രമാത്രം അബദ്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആരോടും ആലോചിച്ചില്ല, ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിംഗ് കോമ്പസിഷൻ അറിയാം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇന്ന് കേന്ദ്രാധികാരത്തിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലെങ്കിലും ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടിയാണ്. അത് CPMന്റെ രേഖകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഇത് കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വർഗീയതയുടെ ഒരു രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അവരെയൊക്കെ വിശ്വസിച്ചാണ് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് അടക്കം ലീഗ് അടങ്ങുന്ന UDFന്റെ പിന്തുണ വന്നപ്പോൾ എനിക്ക് വളരെ ശക്തമായി വലിയൊരു പരിരക്ഷയായി ഒരു തണലായി എല്ലാ പ്രവർത്തനങ്ങളും അവരാണ് നടത്തിയത്. കുറച്ച് പൈസയൊക്കെ ചിലവാകുമല്ലോ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ ചിലവഴിച്ച് ഞാനായിരിക്കും ഈ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ, അതിന് 70% ചിലവഴിച്ചത് കോൺഗ്രസ് തന്നെയാണ്. എൻ്റെ കൈ കിട്ടിയത് മാത്രം ഞാൻ അങ്ങോട്ട് കൊടുത്തു. വളരെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തമായ പിന്തുണയോടുകൂടി ഉറപ്പായിട്ട് ജയിക്കുമെന്നറിയാം. അതെല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്തൊക്കെ പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ മാധ്യമങ്ങളിൽ ചിലർ കൊടുത്തു, ചിലർ ടെലിവിഷനിൽ കൊടുത്തു, ചിലർ സന്തോഷിച്ചു, ഇതൊക്കെ വിളിച്ച് പറയുന്നു. ഇനിയും ഞാൻ കണ്ണശ എഴുതുമെന്നാണ് പറയുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കനത്ത വിള്ളലാണ് ആലപ്പുഴയിൽ CPM ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതിനൊരു പ്രധാന ഏടായി നമുക്ക് ജി സുധാകരനെ തന്നെ കണക്കാക്കാം. വിജയിച്ചതിന് ശേഷം സുധാകരൻ നൽകിയ പ്രതികരണത്തിൽ, മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അതിനുള്ള മറുപടിയെല്ലാം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള ഈ ഒരു കനത്ത തിരിച്ചടി അത് സ്ഥാനാർത്ഥി നിർണയം തൊട്ടുള്ള പാളിച്ചയായിരുന്നു എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം പരാജയ സാധ്യതയുള്ള സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് പ്രാദേശിക പാർട്ടി ഘടകങ്ങളിൽ അഭിപ്രായം ഉയർന്നിട്ടും അതിനെ മറികടന്നുകൊണ്ട് അവരെ തന്നെ മത്സരിപ്പിക്കാനായി തീരുമാനിച്ചതായിരുന്നു ആദ്യം CPM-ന് സംഭവിച്ച പാളിച്ച. അത് പ്രാദേശികമായി പ്രവർത്തകർക്കിടയിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ 7 സീറ്റുകളിലാണ് UDF വിജയിച്ചു കയറിയത്. അതായത് കഴിഞ്ഞ 2 ടേമുകളിലും 9 മണ്ഡലങ്ങളിൽ 8 ഇടങ്ങളിൽ LDF വിജയിച്ചെടുത്താണ് ഇത്തവണ 3 സീറ്റുകളിലായി അത് ചുരുങ്ങിയത്. പ്രത്യേകിച്ച് ആ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മാവേലിക്കരയും ഒപ്പം തന്നെ ചെങ്ങന്നൂരും ചേർത്തലയുമായിരുന്നു. ഇത് എല്ലാ കാലത്തും LDFന് കൃത്യമായ ഒരു സ്വാധീനം ഉള്ള ഇടമാണ്. അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കരുതിയെടുത്ത് ആദ്യ റൗണ്ടുകളിലെല്ലാം തന്നെ വലിയ പരുങ്ങലിൽ ഈ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ നിന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇഴഞ്ഞാണ് അവര് ആ ഒരു വിജയപഥത്തിലേക്ക് അവസാന റൗണ്ടുകളിൽ എത്തിയത്. അതായത് ആ കുതിപ്പ് പ്രതീക്ഷിച്ചെടുത്തെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായി. അതോടൊപ്പം തന്നെ നേരത്തെ അരൂറും അമ്പലപ്പുഴയും കായംകുളവും സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള അഭിപ്രായം ഉയർന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട്, ആ ഒരു അഭിപ്രായത്തെ മറച്ചു വെച്ചുകൊണ്ട്
ഒരു മത്സരത്തിലേക്ക് നീങ്ങിയിടത്ത് വൻ പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ CPM-നുള്ളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയവും അത് സംബന്ധിച്ചുണ്ടാകാൻ പോകുന്ന അലയൊലികളും നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. വരും ദിവസങ്ങളിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്നുള്ളത് തീർച്ചയായും ഭരണ തുടർച്ച വേണ്ട എന്ന് CPM പ്രവർത്തകർ കൂടി തീരുമാനിച്ചതിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ജില്ലയിലെ നേതൃത്വത്തോടും കാര്യശേഷിയില്ലാത്ത നേതാക്കന്മാരോടുള്ള കടുത്ത പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദമായി അവർ വോട്ടായി അത് UDF-ന് നൽകി എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ടാണ് CPM-ന് നഷ്ടപ്പെട്ടതെങ്കിൽ ഇത്തവണ അത് സംഭവിച്ചത് കേഡർ വോട്ടർമാർ വലിയ തോതിൽ തുടർഭരണം വേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് SDP ബാന്ധവവും ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബാധിച്ചു. SDP ബാന്ധവത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താമെന്ന് കരുതിയ SDP-യിലൂടെ കൂടെ നിർത്താമെന്ന് കരുതിയപ്പോൾ അവിടെ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെക്യുലറായി ചിന്തിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏകീകരിച്ചുകൊണ്ട് അവർ UDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ലഭ്യമായില്ല. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഏകീകരണത്തിലേക്കും തെറ്റായ രീതിയിലുള്ള ഈ കാഴ്ചപ്പാട് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് വലിയ വിമർശനം. പ്രത്യേകിച്ച് ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങൾ ഞെട്ടിക്കുന്ന റിസൾട്ടായിരുന്നു വന്നത്. കാരണം ഒരിടങ്ങളിൽ പോലും, അതായത് ഒരു റൗണ്ടിൽ പോലും PP ചിത്തരഞ്ജൻ അടക്കമുള്ള MLA ലീഡ് ചെയ്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം ആലപ്പുഴയിൽ മത്സരിച്ച MLA-മാരിൽ ജയസാധ്യത വളരെ ഉള്ള ഒരാളായിരുന്നു PP ചിത്തരഞ്ജൻ. പക്ഷെ അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, പലയിടങ്ങളിലും, അതായത് ഈ ഓരോ റൗണ്ട് പൂർത്തീകരിക്കുമ്പോഴും അവിടെ ഒന്നും തന്നെ ലീഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജില്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയ തിരിച്ചടിയാണ്. പക്ഷെ അത് കൃത്യമായി നോട്ട് ചെയ്തത് പരിഹരിക്കാൻ LDF ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 57ഓളം പഞ്ചായത്തുകൾ ലഭ്യമായ ഇടത്തു നിന്ന് ഇത്തവണ പഞ്ചായത്തുകൾ കുറഞ്ഞത് വളരെ കുറഞ്ഞ മാർജിനിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് പുറമെ ഒരു ചിത്രം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അകത്തേക്ക് പരിശോധിക്കുകയാണെങ്കിൽ വലിയ മെജോറിറ്റിയിൽ വിജയിച്ച പഞ്ചായത്തുകളിൽ പോലും വളരെ കുറഞ്ഞ മെജോറിറ്റിയിൽ, അതായത് 10-12 വാർഡുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്ത് വെറും 1-2 വാർഡുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് മിക്ക പഞ്ചായത്തുകളും നേടിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട വാർഡുകളുടെ കണക്കെടുത്താൽ ഞെട്ടിക്കുന്ന കണക്കായിരുന്നു ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കണക്കുകൾ അടക്കം മറച്ചുവെച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോയതാണ് കനത്ത പ്രഹരമേൽപ്പിച്ചത്. മാത്രമല്ല കമ്മിറ്റികൾ ഉൾപ്പെടെ വന്നത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റികൾ മുതൽ ജില്ലാ നേതൃത്വം വരെയുള്ളവർ അവരുടെ സ്വന്തം താല്പര്യത്തിലുള്ള ആളുകളെ കൊണ്ടുവരികയും പ്രവർത്തകർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രവർത്തകരെ സംഘടനാ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നേതാക്കന്മാരെ വിഭാഗീയ നീക്കങ്ങളുടെ ഭാഗമാക്കി ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ് ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിരൽ ചൂണ്ടാൻ പോകുന്നത് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലേക്ക് ആയിരിക്കും. അതിന്റെ പ്രത്യക്ഷ പ്രതികരണങ്ങൾ ആലപ്പുഴയിൽ കണ്ടു തുടങ്ങി. പരാജയം എന്നുള്ളത് തിരുത്തേണ്ട സമയമായി എന്നുള്ള പരസ്യ പ്രതികരണങ്ങളടക്കം നവമാധ്യമങ്ങളിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പാളിച്ചകൾക്കെതിരെ തുറന്ന ഒരു പോരാട്ടത്തിന് ആലപ്പുഴയിലെ CPM വേദിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.